KSRTCയിൽ സ്വിഫ്റ്റ്, ഇലക്ട്രിക് ബസ്, ബജറ്റ് ടൂറിസം അങ്ങനെ പല തരത്തിലുള്ള ജനകീയ പദ്ധതികൾ ജനങ്ങളെ കയ്യിലെടുക്കാനും KSRTCയെ മുന്നോട്ട് കൊണ്ടുപോകാനുമായി പുതിയ നൂതന ആശയങ്ങൾ ആവിഷ്കരിച്ച KSRTC MD ആയ ബിജു പ്രഭാകർ വളരെ പ്രധാനപ്പെട്ടൊരു തീരുമാനമാണ് കൈക്കൊള്ളാൻ പോകുന്നത്. ഈ നിർണായക തീരുമാനം അദ്ദേഹം എടുക്കാൻ കാരണം മറ്റാരുമല്ല ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള ഒരാക്ഷേപവും ഉയർന്നു കേൾക്കുന്നുണ്ട്. KSRTC MD സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യമാണ് നിലവിൽ CMD ബിജു പ്രഭാകർ ഉയർത്തിയിരിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹം കത്ത് നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ അത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഗതാഗത സെക്രട്ടറി സ്ഥാനം കൂടി അദ്ദേഹം ഒഴിയുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഗതാഗത മന്ത്രിയായ KV ഗണേഷ് കുമാറുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത തന്നെയാണ് ഇതിനുള്ള മൂല കാരണമെന്നും അതുകൊണ്ടാണ് അതിനെ തുടർന്നാണ് സ്ഥാനമൊഴിയാനായി അദ്ദേഹം നീക്കം നടത്തുന്നതെന്നും സൂചന പുറത്തു വരുന്നു. ഇലക്ട്രിക് ബസ്സിലടക്കം നയപരമായ കാര്യങ്ങളിൽ മന്ത്രിയുമായി അഭിപ്രായ വ്യത്യാസം ഇദ്ദേഹത്തിനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കസേര ഒഴിഞ്ഞേക്കുമെന്ന സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു. വിദേശത്തായിരുന്ന ബിജു പ്രഭാകർ കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് മടങ്ങിയെത്തിയത്. അതിനുശേഷം KSRTC ഓഫീസിൽ പോവുകയോ ഫയലുകളിൽ തീരുമാനമെടുക്കുകയോ വേണ്ട തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയോ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ MD സ്ഥാനത്തിന് പുറമെ ഗതാഗത സെക്രട്ടറി സ്ഥാനം കൂടി ഒഴിഞ്ഞ് മാറി നിൽക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഓഫീസിൽ പോലും എത്താത്ത ഒരു വകുപ്പ് മേധാവിയെ ഒരു കാരണവശാലും അവിടെ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള നീക്കവും ഗണേഷ് കുമാർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായി ഗണേഷ് കുമാറിന് താല്പര്യമുണ്ടാകില്ല. ഇലക്ട്രിക് ബസ് ലാഭകരമല്ലെന്നും ഇനി വാങ്ങില്ലെന്നും KV ഗണേഷ് കുമാർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അത് വലിയ വിവാദമായി മാറിയിരുന്നു. ഗണേഷ് കുമാറിന് തന്നെ, മന്ത്രിക്ക് തന്നെ വിനയായി മാറി. ഏറ്റവും ഒടുവിൽ ഇനി ഒന്നും പറയുന്നില്ല എന്ന ഘട്ടത്തിലേക്ക്, ഒരു മാറ്റവും വരുത്താൻ തീരുമാനിക്കുന്നില്ല എന്ന രീതിയിലേക്ക് മന്ത്രി പോലും മനസ്സിന് മുരടിപ്പുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. KSRTCയിലെ നയപരമായ തീരുമാനങ്ങളിൽ ഉൾപ്പെടെ ഗണേഷ് കുമാർ ഏകപക്ഷീയമായി ഇടപെടൽ നടത്തുന്നുവെന്ന ആരോപണമാണ് ഇതിന് പിന്നാലെ ഉയർന്നു കേട്ടത്. അത് അക്കാര്യം CPM-ഉം അധികാരികളും ഒരുപോലെ തന്നെ എടുത്തു പറഞ്ഞ ഒരു വിഷയം തന്നെയായിരുന്നു. പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയായിരുന്നു ബിജു പ്രഭാകർ സ്ഥാനമൊഴിയാൻ പോകുന്നുവെന്ന അഭ്യൂഹം ശക്തമായി ഉയർന്നു കേട്ടത്. തൻ്റെ നിലപാടുമായി ഒത്തുപോകുന്ന ഒരു CMDയെ വേണമെന്ന് മന്ത്രി ഗണേഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയെ അറിയിക്കാൻ സാധ്യതയുണ്ടായിരുന്നുവെന്ന സൂചന ആദ്യം പുറത്തു വന്നിരുന്നു. ആ ഘട്ടത്തിലായിരുന്നു ഈ വാർത്തകൾ കൂടി ശക്തി പ്രാപിച്ചത്. അതിനിടയിലാണ് ഇപ്പോൾ സ്ഥാനമൊഴിയാൻ ചീഫ് സെക്രട്ടറിക്ക് തന്നെ കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മന്ത്രിക്ക് കിട്ടുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങൾക്കുൾപ്പെടെ കിട്ടിയെന്ന പരാതി അന്ന് ഉയർന്നു കേട്ടിരുന്നു. അതുതന്നെയാണ് ഗണേഷ് കുമാറിനെ വലിയ പ്രതിരോധത്തിലാക്കിയത്. ഇത്തരം വിഷയങ്ങളിൽ കടുത്ത വിയോജിപ്പായിരുന്നു പരസ്യമായി തന്നെ ഗണേഷ് കുമാർ രേഖപ്പെടുത്തിയത്. അത് മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടായി പോലും വ്യാഖ്യാനിക്കപ്പെട്ടു. അധികാരികളിൽ നിന്നും മന്ത്രിയിലേക്ക് എത്തേണ്ട ഫയൽ അത് മാധ്യമങ്ങളിലേക്ക് ചോർന്നുപോയി എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേട് തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സാഹചര്യത്തിൽ തന്നെ കൂടി മാറ്റണമെന്ന നിലപാട് ബിജു പ്രഭാകർ ആദ്യം തന്നെ സ്വീകരിച്ചിരുന്നു. സ്ഥാനമൊഴിയുന്നത് സംബന്ധിച്ചുള്ള കത്ത് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലുണ്ടെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരവും. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമ തീരുമാനം കൈക്കൊള്ളാനിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം പിന്മാറാൻ പോകുന്നു എന്നുള്ളത് പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്.